പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു മൊമെൻറ്റിൽ ഇപ്പോൾ ഇരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ കുറേ എന്താ പറയുക കുറേ ഞാൻ റെഡി ആയിട്ടിരുന്ന ഒരു വ്ളോഗാണിത്. കുറേ നേരം ഞാൻ ഇതിനു വേണ്ടി വെച്ചാൽ ഒന്ന് റെഡി ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. കാരണം ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു ഒരു 15 മിനിറ്റ്സിന് മുന്നായിട്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, April 17th. അപ്പം ഞാൻ അന്നേരം ഇവിടെ നല്ല രീതിയിൽ ഭയങ്കര എനിക്കൊരു സർപ്രൈസും ഒക്കെ തന്നായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ വന്നു. എന്താ പറയുക, കുറേ വിഷസും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഞാൻ അപ്പോഴും പുള്ളിയുടെ ഫേസിൽ എന്തോ ഒരു മിസ്സിങ് ഞാൻ അന്നേരം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അന്നേരം ഒന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്നാ പറ്റി, എനിക്ക് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം പുള്ളി ഒന്നും മിണ്ടിയില്ല. അപ്പം ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഈ സർപ്രൈസ് പുള്ളി എനിക്ക് റെഡിയാക്കിയല്ലോ. അപ്പം ഞാൻ അതാണ് എൻ്റെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറെ ഭയങ്കര വലിയ പ്രൈസിൻ്റെ ഗിഫ്റ്റൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും പുള്ളി എന്തെങ്കിലുമൊക്കെ എനിക്ക് തരാറുണ്ട്. ആസ് യൂഷ്വലായിട്ട് എന്താ പറയുക, സാധാരണ ഗിഫ്റ്റൊക്കെ എനിക്ക് തന്നു. പക്ഷേ എന്തായാലും പുള്ളിക്ക് ഒരു ഹാപ്പിനെസ് എനിക്കന്ന് ഫീൽ ചെയ്തില്ല. ആഫ്റ്റർ ഓൾ ഇന്നിപ്പം April 28th. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ സമയം രാത്രി 9:30. ഞാനൊരു 9 മണി 8:45 9 സമയത്ത് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന ഇങ്ങോട്ട് ബസ്സിലൊക്കെ വരുന്ന വഴിക്കും പുള്ളിനെ കോൾ ചെയ്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരിക. അപ്പോൾ പുള്ളിക്ക് ഇന്ന് ഡ്യൂട്ടിൻ്റെ പുള്ളി വർക്കിന് പോയി. പക്ഷേ ഉണ്ടല്ലോ, പുള്ളി എനിക്കിവിടെ നല്ലൊരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടാണ് പുള്ളി ഡ്യൂട്ടിക്ക് പോയത്. ഞാൻ അറിയുന്നില്ല. അപ്പം വരുന്ന വഴി എന്നോട് പറഞ്ഞു, യു ഹാവ് എ സർപ്രൈസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, എന്താ, കാരണം ഓൾറെഡി എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഞാൻ വെച്ചാൽ ഇനി ആരെങ്കിലും വീട്ടിൽ വന്നയാണോ അങ്ങനെയൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കട്ട് ചെയ്യാതെ തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫോൺ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്ക്, എന്നിട്ട് നീ വീടൊന്ന് തിരയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വീട് ഫുള്ള് വേണ്ട, ജസ്റ്റ് നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് തിരയാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ഗിഫ്റ്റ് പുള്ളി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഗിഫ്റ്റ് എനിക്ക് പുള്ളി സർപ്രൈസ് ചെയ്തു. എൻ്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഒരു എക്സ്പ്രസ്, ഞാൻ ഫുൾ കരഞ്ഞുപോയി. പുള്ളി അടുത്തില്ല, പുള്ളി വീഡിയോ കോളിലാണ് ഇതെനിക്ക് സർപ്രൈസ് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ എനിക്കിതിപ്പോൾ തന്ന്, നാളെ മോർണിംഗ് വരുമ്പോൾ എനിക്ക് തന്നാൽ അറ്റ്ലീസ്റ്റ് എനിക്കിത് ഹഗ് ചെയ്യാൻ പോലും പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഗിഫ്റ്റ് എന്താ ഞാൻ കാണിച്ചു തരട്ടെ. ഇതെന്തായാലും ഞാൻ ഞെട്ടി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞായിരുന്നു ഒരു സാധനം കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ അല്ലേ. അപ്പോൾ ഇതാണ് സാധനം. ഇത് സർപ്രൈസിങ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച് വേണമെന്ന് വിചാരിച്ചൊരു സാധനമാണ്. പക്ഷെ ഒരിക്കലും നമ്മളിത് പെട്ടെന്ന് വാങ്ങുമെന്നോ അല്ലെങ്കിൽ എനിക്കിതിങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നാൽ ഞാൻ എന്തോ സാധനം നിങ്ങളെ കാണിക്കാം. ഇത് നമ്മുടെ Insta360 Flow 2 Pro. ഇതാണ് സാധനം.
ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ആസ് യൂഷ്വൽ വീഡിയോ എടുക്കുന്നവർക്കോ ഒക്കെ ഒരു ഗിംബൽ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മച്ച് ബെറ്റർ ആയിരിക്കും നമ്മൾ എന്താ പറയുക ഗിംബൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വരുന്ന ഒരു ബ്രാൻഡാണ് Insta360. അപ്പോൾ എന്തുകൊണ്ട് Insta360 എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം AI ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിന് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഒരു ഗിംബലാന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗിംബലിനെക്കാട്ടിലും മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്തുകൊണ്ട് Insta360 എന്ന് പറയാൻ കാരണം നമ്മളിത് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കി ഫുൾ ഫീച്ചേഴ്സും ഇത് എങ്ങനെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഒക്കെ ഞാൻ ഇനി വരുന്ന എൻ്റെ വീഡിയോസിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഇതിൻ്റെ 360 ഒരു വ്യൂ എങ്ങനെ അതിൻ്റെ കാണാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Insta360 ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരം ഫീച്ചേഴ്സാണ് ആ ആപ്പിനകത്ത് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു 360 ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്കത് ആനിമേറ്റിക് ആക്കിയിട്ട് നമുക്കത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വേണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ.